ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഗോൾഡ് കോസ്റ്റ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വ്യൂ ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ. ഞാൻ എണീറ്റപ്പോഴത്തേക്കും സൂര്യനൊക്കെ ഉദിച്ചു കഴിഞ്ഞിരുന്നു. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അടിപൊളിയായിരുന്നു എന്നാണ് ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞത്. അവരൊക്കെ കുറച്ച് നേരത്തെ എണീറ്റിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 9 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പം ഇവിടെ ഗോൾഡ് കോസ്റ്റ് ചുറ്റുവട്ടത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാമെന്നാണ് ഞങ്ങളുടെ ഒരു പ്ലാനിൽ ഇന്നുള്ളത്. അപ്പം നമുക്ക് പോയി നോക്കാം. അപ്പം ഞങ്ങൾ ഇന്ന് ആദ്യം തന്നെ പോയത് ബ്രോഡ് ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബീച്ചിലോട്ടാണ് കേട്ടോ. അതായത് സർഫസ് പാരഡൈസ് എന്നൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് വ്യത്യാസമുള്ളൊരു ബീച്ചാണിത്. സർഫസ് പാരഡൈസ് ബീച്ചിൽ കൂടെ നടക്കാമെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ചെറിയൊരു മഴയുണ്ടായിരുന്നു. അപ്പം മഴയത്ത് എന്തായാലും നമുക്ക് ഫിയ ബേബിനും കൂടെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കില്ലേ. അതുകൊണ്ട് ഞങ്ങൾ വെച്ച് തൊട്ടടുത്തുള്ളൊരു ബീച്ചിൽ പോകാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളിപ്പം വന്നിരിക്കുന്നത് ബ്രോഡ് ബീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ചിലാണ് കേട്ടോ. ഒരുപാട് ആളുകളെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഒത്തിരി ആളുകൾ നടക്കുകയും ജോഗ് ചെയ്യുകയും അതുപോലെ നമ്മളെപ്പോലെ ഇങ്ങനെ നടക്കാൻ വന്നവരൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ. ഒരുപാട് ടൂറിസ്റ്റുകളും ഒക്കെയുള്ളൊരു ബീച്ചാണിത്. ഭംഗിയുണ്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കാണാൻ. പിന്നെ ഈ ആൽഫ്രഡിൻ്റെ അല്ലെങ്കിൽ ആ വെള്ളം പൊങ്ങിയതിൻ്റെ ഒക്കെ ആ ഒരു ആഫ്റ്റർ എഫക്റ്റ് അതിൽ കാണാനുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിൻ്റെ സൈഡുകളിൽ മണ്ണൊക്കെ ഇടിഞ്ഞിട്ടും അങ്ങനെയൊക്കെ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടായിരുന്നു പണ്ടത്തെക്കാളും. അത് നമുക്ക് മനസ്സിലാകുന്നത് ശരിക്കും ഗൂഗിളിലെ ഫോട്ടോ നോക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭംഗിയിൽ ശരിക്കും പറഞ്ഞ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് ഈ ഒരു മഴയും കാര്യങ്ങളൊക്കെ കൊണ്ട്. മീമി പിടിക്കാ, എടാ മീമി പിടിക്കാന്ന്. അങ്ങനെ ഫിയ ബേബി മീൻ പിടിക്കാൻ പറഞ്ഞതോടെ പിന്നെ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം മീൻ പിടിക്കാൻ സൗകര്യമുള്ള ഒരു ഭാഗം തേടിയിട്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഫൈനലി ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതിനിപ്പോൾ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. റിവർ സൈഡ് ആണോ അതോ എന്താണോ ഇതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനോട് ചേർന്ന് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടും കൂടി ഉണ്ടായിരുന്നു. അതെന്തായാലും നല്ലൊരു മുന്നേറ്റമായി. അതുകൊണ്ട് പപ്പയും കുഞ്ഞിനും കൂടെ അവിടെ നിന്ന് മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാനും മമ്മിയും കുഞ്ഞിപ്പെണ്ണും കൂടി ഇതേ പ്ലേ ഗ്രൗണ്ടിൽ ഊഞ്ഞാലാട്ടവും സ്ലൈഡിലും ഒക്കെ ആയിരുന്നു പരിപാടി. എന്തായാലും ഇവിടുന്ന് മീൻ പിടിച്ചാൽ കിട്ടിയാൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചറിഞ്ഞ് വിടണം. പിന്നെ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് മീൻ പിടിക്കാമെന്നേ ഉള്ളൂ. കുറച്ച് സമയമൊക്കെ ഫീ ബേബി മീൻ പിടിക്കാൻ കൂട്ടുന്നു കേട്ടോ. പിന്നെ അവൾക്ക് പ്ലേ ഗ്രൗണ്ടിൽ ഈ സ്ലൈഡും അതുപോലെ ഊഞ്ഞാലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ പ്ലേറ്റ് മാറി.
ചൂണ്ടയിട്ട് കുറേ കഴിഞ്ഞപ്പം പപ്പയ്ക്കൊരു മീനടിച്ചു കേട്ടോ, ഒരു ബ്രീമിൻ്റെ സൈസും ചെറുതായിരുന്നു. പിന്നെ മാത്രമല്ല ഹോട്ടലിൽ നമുക്ക് കൊണ്ടുപോയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതിനുള്ള സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ മീനിനെ തിരിച്ചു വിട്ടു. ഏതായാലും ഒറ്റ മീനേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് കാര്യമില്ലായിരുന്നു. സോ എന്തായാലും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി പിടിച്ചു. പിന്നെ അതിൻ്റെ കൊളുത്ത് ഊരിയിട്ട് തിരിച്ചു വിടുകയാണ് കേട്ടോ ചെയ്തത്. ഫിയ ബേബിക്ക് എന്തായാലും സന്തോഷമായി, കാരണം മീമി പിടിക്കാൻ പോകണമെന്ന് പറഞ്ഞു. ഒരു മീമിയെങ്കിലും കിട്ടി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ഒരു പാർക്കിലോട്ടാണ് കേട്ടോ. അതിൻ്റെ പേര് മാക്കിൻടോഷ് ഐലൻഡ് പാർക്ക് എന്നാണ്. അപ്പം ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ട് വന്നതാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തത്രേ ഇല്ലെങ്കിലും അത്യാവശ്യം കൊള്ളാം, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ബേർഡ്സും ഡക്സും അതുപോലെ ഈ പീക്കോക്കും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പാർക്കാണ്. പക്ഷെ എനിക്ക് തോന്നിയത് അത്ര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത പോലെയാണ്. ആളുകളും കുറവായിരുന്നു. ഞങ്ങൾ വന്ന് നോക്കുമ്പം ഞങ്ങൾ മാത്രമാണ് ആ പാർക്കിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ആസ് യൂഷ്വൽ എല്ലായിടത്തും കാണുന്നത് പോലെ തന്നെ 1-2 പ്ലേ ഗ്രൗണ്ട് ഈ ഒരൊറ്റ പാർക്കിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫിയ ബേബി ചെല്ലുന്നിടത്തൊക്കെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഈ പാർക്കും കൂടെ കവർ ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയായിട്ടോ സമയം. അതുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ റൂമിൽ പോയി കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്ത് ഫിയ ബേബിന് ഫുഡൊക്കെ കഴിപ്പിച്ച് എല്ലാവരും ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ടൗണിൽ കൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ തന്നെ ഒരു രസമാണ് കേട്ടോ. കാരണം 2 സൈഡിലും നമുക്ക് കാണാൻ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്. അപ്പം ഈ ഒരു ഡ്രൈവും ഒരു ഭംഗിയായിട്ട് തന്നെ തോന്നി ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ വന്നത് ഒരു ഹാർബറിലോട്ടാണ് കേട്ടോ. ഒരുപാട് ബോട്ടുകളൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഒരു പാത്ത് വേ ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് നടക്കാം കേട്ടോ. അങ്ങനെ നടന്ന കാഴ്ചകളൊക്കെ കാണാം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സൈഡിലും വലിയൊരു പ്ലേ ഗ്രൗണ്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലേ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആയിട്ടുള്ള പ്ലേ ഗ്രൗണ്ട് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഫിയ ബേബി അത് കണ്ടപ്പോഴത്തേക്കും അങ്ങ് വീണു. സോ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഫിയ ബേബിക്ക് വേണമല്ലോ എൻ്റർടൈൻമെൻറ്റ്, സോ അവളെ കളിപ്പിക്കാമെന്ന് കരുതി.
അങ്ങനെ അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ എത്തിയത് വീണ്ടും തിരിച്ച് നമ്മുടെ റൂമൊക്കെയുള്ള സർഫസ് പാരഡൈസിലെ ഈവനിങ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം 4:30 ആകുമ്പോഴാണ് അത് ഓപ്പൺ ആവുമെന്നാണ് കേട്ടത്. സോ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. സോ അത് ഓൾറെഡി ഓപ്പൺ ആയിരുന്നു. അങ്ങനെ ഞങ്ങളൊരു സൈഡ് വഴി നടക്കാൻ തുടങ്ങി കേട്ടോ, കാറൊക്കെ പാർക്ക് ചെയ്ത്. ഇവിടെ പാർക്കിങ്ങിനൊന്നും പല സ്ഥലത്തും പാർക്കിങ്ങിന് പേയ്മെൻ്റ് ഇല്ല. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ അത്ര വലിയ റേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. UK കമ്പയർ ചെയ്യുമ്പം പാർക്കിങ്ങിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് ഇവിടെ. അപ്പം നമുക്ക് മാർക്കറ്റിൽ കൂടി ഒന്ന് പോയാലോ? അങ്ങനെ ഈ മാർക്കറ്റിൽ കൂടെ നടക്കുമ്പോൾ എനിക്ക് തോന്നിയത് നമ്മളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒന്നും ഈ മാർക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ്. ഡ്രസ്സോ അല്ലെങ്കിൽ ആക്സസറീസോ ഒന്നും നമുക്ക് ഇഷ്ടം തോന്നുന്ന ഒന്നും തന്നെ ഇല്ല. നമ്മുടെ നാട്ടിലെ മാർക്കറ്റുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇതിനില്ല. ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയത് ഇപ്പോൾ കാണുന്ന ആൾക്കാണ് കേട്ടോ. അയാൾ ശരിക്കും സ്റ്റാച്യു പോലെ ഇരിക്കുവാണ്, മേത്തൊക്കെ പെയിൻ്റൊക്കെ അടിച്ച്. പക്ഷെ നമ്മളതിനകത്ത് പൈസ ഇടുവാണെങ്കിൽ അയാളൊന്ന് അനങ്ങി നമ്മളോട് റിയാക്ട് ചെയ്യും. അപ്പോൾ അതൊരു സംഭവമായിരുന്നു കേട്ടോ. അയാൾ എന്തായാലും പൈസ ഉണ്ടാക്കുന്നുണ്ട്.
സർഫസ് പാരഡൈസിൽ ഈവനിങ് വാക്കൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പംകിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഇവിടെ വന്നത്, കുറേ റിവ്യൂ ഒക്കെ കേട്ടിട്ട്. പക്ഷേ ടു ബി ഹോണസ്റ്റ് ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ ഇവിടുത്തെ ഫുഡ്. നല്ല റേറ്റായി, പക്ഷേ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്തു, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. സോ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ആയിരുന്നു. അപ്പം അടുത്ത ദിവസം മറ്റൊരു എപ്പിസോഡുമായിട്ട്, മറ്റൊരു വീഡിയോ ആയിട്ട്, മറ്റു കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.